ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. താൻ ചത്താലും കുഴപ്പമില്ല, മേഘയോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ പരിഹാരമായി അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന പ്രാർത്ഥന മാത്രമേ ആ മുറിയിൽ കിടക്കുമ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. 2-3 ദിവസം താൻ അടങ്ങി ഒതുങ്ങി കിടന്നപ്പോൾ തമിയന്മാരുടെ ശ്രദ്ധ അല്പം കുറഞ്ഞു. താൻ ഇനി രക്ഷപ്പെട്ടു പോകില്ലെന്ന് അവർ വിചാരിച്ചു കാണണം. പോരാത്തിന് ഒട്ടും ആരോഗ്യവും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് തന്നെയായിരുന്നു തൻ്റെ ഉള്ളിൽ. അതിന് അവസരം കാത്തിരിക്കുകയായിരുന്നു. അതിനൊരൊത്ത അവസരം കിട്ടി. ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. സാധാരണ പറമ്പിലെവിടെയെങ്കിലാണ് അവർ തന്നെ കൊണ്ടിരുത്താറ്. കുറച്ച് നീങ്ങിയിട്ടൊക്കെ 4-5 പേരുണ്ടാവുകയും ചെയ്യും. പഴയ വീടിന്റെ പിന്നിൽ ഒരു പഴയ ബാത്റൂമുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ്. പക്ഷെ അവിടെ ആകെ ഒരു തവണ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. പറമ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇറങ്ങിയോടാ എന്നൊരു വ്യാമോഹം മാത്രമാണ്. എന്നാലും എങ്ങനെയെങ്കിലും ഓടണമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇറങ്ങിയ നേരം അപ്രതീക്ഷിതമായി നല്ല മഴ പെയ്തു. മഴ എന്ന് പറഞ്ഞാൽ കൊടുമഴ. വേറെ വഴിയുമില്ലാതെ അവന്മാർ ബാത്റൂമിലേക്ക് തള്ളിക്കയറ്റി വിട്ടു. മുമ്പ് ഒരു തവണ കയറിയിട്ടുണ്ടെങ്കിലും മൂലയിലിരിക്കുന്ന കോടാലി ആ സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കയറിയപ്പോൾ ഒരു കോടാലിയുണ്ട് ബാത്റൂമിന്റെ മൂലയിലായിട്ടിരിക്കുന്നു. പിന്നെയൊന്നും ആലോചിച്ചില്ല. പഴഞ്ഞൻ ചുമലിൽ കോടാലിയുടെ 2 കുത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിറകിലേക്ക് പൊളിഞ്ഞു വീഴാൻ. കണ്ണും പൂട്ടി അവിടുന്ന് ഇറങ്ങി ഓടി. കുറച്ചു ദൂരം എത്തിയപ്പോഴാണ് തോന്നുന്നു അവൻ തന്നെ കണ്ടത്. പിന്നാലെ അവരുമുണ്ട്. ഓരോന്നോർത്ത് ലക്ഷ്യമില്ലാതെ ജീവൻ വീണ്ടും ഓടിത്തുടങ്ങി. ഏതോ കാട്ടുവഴി കഴിഞ്ഞ് ജീവന് റോഡിലേക്ക് കയറി. വല്ലാത്ത ദാഹവും വിശപ്പും ഉണ്ട്. വായിൽ വെള്ളമില്ലാതെ നാവ് കൊട്ടിപ്പോകുന്ന പോലെ. അല്പം വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. താനിപ്പോൾ വീണു പോയേക്കുമെന്ന് തോന്നിയ നിമിഷം ജീവന്റെ മുന്നിലേക്ക് ഒരു വണ്ടി വന്നു നിന്നു. പഴയ മോഡൽ ഒരു മാരുതി 800. അപ്പോഴേക്കും വിശപ്പും ദാഹം കൊണ്ട് ജീവനെ തലയിറങ്ങി പോകുന്നുണ്ടായിരുന്നു. കണ്ണുകൾ അടഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. അവൻ അതിന്റെ മേലേക്ക് കുഴഞ്ഞു വീണു. ഒരു സ്ത്രീ അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന മങ്ങിയ കാഴ്ചയിൽ അവൻ കണ്ടു. അവൾക്ക് ആകെയുള്ള ഒരു ആഭരണമായ തിളങ്ങുന്ന ചന്ദ്രക്കലയുടെ ഒരു മൂക്കുത്തിയും അവൻ വ്യക്തമായി കണ്ടു. ആ സ്ത്രീ വീഴാൻ പോയി അവന്റെ കൈ പിടിക്കുമ്പോഴേക്കും ജീവൻ വീണുപോയിരുന്നു. രേണുക്ക് രാവിലെയുള്ള കഞ്ഞി കൊടുത്ത് മുറിയിൽ നിന്നിറങ്ങിയായിരുന്നു സുജാത. അപ്പോഴാണ് പാർവതി പുറത്തുനിന്ന് എത്തിച്ചു നോക്കുന്ന സുജാത കണ്ടത്. മോളി ഇതുവരെ രേണുകയെ കണ്ടിട്ടില്ല അല്ലേ? കയറി കണ്ടോ? ഞാൻ പിന്നെ കയറിക്കോളാം, അടുക്കളയിൽ കുറച്ച് ജോലിയിലായിരുന്നു, മേലാ കഴിക്ക. പാർവതി മെല്ലെ പറഞ്ഞു. സുജാത അപ്പോൾ തലയാട്ടിക്കൊണ്ട് അവിടുന്ന് പോയി. രേണുകയെ കിടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരുടെയും സംസാരം. പുതിയൊരു കുട്ടി ജോലിക്കായി വന്നെന്ന് മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് രേണുക മനസ്സിലാക്കിയിരുന്നു. ഒന്ന് കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. മുകളിലേക്ക് നോക്കി അങ്ങനെ കിടക്കുമ്പോഴാണ് അരികിൽ ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയത്. തലയിരിച്ച് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി. വെള്ള നിറത്തിലുള്ള വസ്ത്രമാണ് വേഷം. നല്ല പൊക്കവും വണ്ണവും. ആകെയുള്ള ആഭരണം ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള ഒരു മൂക്കുത്തി. ഞാൻ പാർവതി, ഇവിടുത്തെ പുതിയ ജോലിക്കാരിയാണ്. അമ്മയൊന്ന് കാണാൻ വന്നാ. രേണുകൾ പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതിന്റെ പരമായി രേണുകയുടെ മുഖമൊന്ന് കോടുകയും അവ്യക്തമായൊരു ശബ്ദം രേണുകയുടെ തൊണ്ടയിൽ നിന്ന് വരികയും ചെയ്തു. പാർവതി ചിരിച്ചുകൊണ്ട് രേണുകയുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ച ശേഷം തന്റെ വലത് കൈകൊണ്ട് രേണുകയുടെ കഴുത്തിൽ ബലമായി അമർത്തി പിടിച്ചു. രേണുകയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. പാർവതി എന്നിട്ടും പിടിവിട്ടില്ല. ബലം പ്രയോഗിച്ച് കഴുത്തിൽ ഞെക്കിക്കൊണ്ടേയിരുന്നു. വൈദ്യയും ഭൈരവനും കാര്യമായ ആലോചനയിൽ തന്നെയായിരുന്നു. 2-3 ദിവസങ്ങൾ കൂടെ സമയമുള്ളൂ. അതിനുള്ളിൽ കന്യകളെ കണ്ടുപിടിച്ച് ബലി കൊടുക്കേണ്ടതുണ്ട്. അതും 3 എണ്ണത്തിന് വേണം. ഒരെണ്ണക്കായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും തട്ടിക്കൊണ്ടുപോരാമായിരുന്നു. ഇതിപ്പോൾ 3 എണ്ണത്തിന് എവിടുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാനാണ്? ആ നാശം പിടിച്ച പെണ്ണ് കാരണ ആ മേഘ. അവള് ഗർഭിണിയല്ലായിരുന്നെങ്കിൽ ബലി കൊടുത്ത് സുഖമായിട്ട് ഇരിക്കായിരുന്നു. ഭൈരവൻ ഈർഷ്യയോടെ പറഞ്ഞപ്പോഴാണ് വൈദ്യയുടെ ഉള്ളിൽ ഒരു കാര്യം കത്തിയത്. അച്ഛാ, എനിക്കൊരു ആശയം തോന്നുന്നുണ്ട്. മേഘയല്ലേ നമ്മൾ ഈ വിധം കുരുക്കൽപ്പെടുത്തിയത്? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷർക്കിക്കും. നീ ഒന്ന് തെളിച്ചു പറ വൈദേഹി. പറയാം. അവളില്ലേ, ആ മേഘ, അവളുടെ 2 അനിയത്തിമാരല്ലേ? അവറ്റകൾ കന്യകളല്ലേ? അപ്പൊ 2 എണ്ണായി. പിന്നെ 3ാമതൊരാൾ. അതെങ്ങനെയെങ്കിലും നമുക്ക് ഒപ്പിക്കാം. വൈദ്യയെ പറഞ്ഞു കേട്ടപ്പോൾ ഭൈരവന്റെ മുഖവും തെളിഞ്ഞു. തനിക്ക് എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തതെന്ന് ആലോചിച്ച് ഭൈരവൻ സ്വയം തലക്കടിച്ചു. പക്ഷേ വൈദേഹി, ഇതിനിടയിലൊന്നും നീ ആ പാർവതിയെ മറന്നുപോരുത്, കേട്ടല്ലോ? ഇല്ലച്ചാ, മറക്കില്ല. മരിച്ചാലും ഞാൻ മറക്കില്ല. പാർവതിയുടെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ തല ഇറങ്ങുന്നുണ്ടെങ്കിലും വൈദേഹി ശൗര്യൊട്ടും കുറയാതെ പറഞ്ഞു. പിന്നെ മേഘയുടെ അനിയത്തിമാരെ പൊക്കാനുള്ള വഴികൾ തേടി അച്ഛനും മകളും. ആ ഒരു സ്ഥിരമായി സ്കൂളിലേക്ക് പോകുന്ന വഴിയും ട്യൂഷന് പോകുന്ന വഴിയെല്ലാം വൈദേഹി നോക്കി വെച്ചു. ട്യൂഷന് പോയി വരുമ്പോഴാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരാൻ സുഖം. ആ സമയത്ത് വഴിയിലൊന്നും അധികം ആളുണ്ടാവില്ല. അങ്ങനെ അപ്പവും അമ്മുവും ട്യൂഷൻ പോയി വരുന്ന കാത്ത് വൈദ്യയുടെ വീട്ടിലേക്കുള്ള വഴി തന്നെ കാറുമായി കാത്തു കിടന്നു. ബലപ്രയോഗത്തിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ നേരത്തെ അറിയാലോ. എന്തെങ്കിലും നുണവറിന് 2 എണ്ണത്തിനെയും കാറിലേക്ക് കയറ്റിയാൽ മാത്രം മതി. കാറിന്റെ ഗ്ലാസ്സിലൂടെ നോക്കിയപ്പോൾ ദൂരെ നടന്നു വരുന്ന അപ്പുവിനെയും അമ്മുവിനെയും വൈദ്യയെ കണ്ടു. കൂടെ വേറൊരു പെൺകുട്ടിയുമുണ്ട്. കൊള്ളാലോ, ഒരു വഴിക്ക് 3 പക്ഷികളോ. ഇനിയിപ്പോൾ വേറൊന്നിനെയും കൂടി അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ കൂടെയുള്ള തന്നെ മതി. എന്നാലും എൻ്റെ ബലിരൂപി, നീ എത്ര നിസ്സാരമായിട്ട് ഓരോ വഴികൾ കാണിച്ചിരുന്നു. വൈദ്യയെ ബലിരൂപിക്ക് നന്ദി പറഞ്ഞു. പെൺകുട്ടികൾ 3 പേരും നല്ല സംസാരത്തിലാണ്. അതുകൊണ്ട് അവർ വൈദ്യയുടെ കാർ വഴിയിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പു, അമ്മു, ഒന്നിന്നേ. കാറിൽ നിന്നിറങ്ങി വൈദ്യ 2 പെൺകുട്ടികളെയും കൈകൊട്ടി വിളിച്ചു. അവർ നിന്നപ്പോൾ കൂടെയുള്ള പെൺകുട്ടിയും വൈദ്യയെ നോക്കി നിന്നു. അവിടെ രേണുകാപ്പച്ചിക്ക് തീരെ സുഖമില്ല. ഒരു വേലക്കാരി ഉണ്ടായി നാട്ടിലേക്ക് പോയി. പരമേശ്വരൻ മാവ് പറഞ്ഞു അവിടെ ആരുമില്ലാത്തതിന് നിങ്ങളോടൊന്ന് വരാൻ.
ആ പെണ്ണ് നാളെ വരും. അപ്പം നാളെ തന്നെ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്നും പറഞ്ഞു. വൈദേഹി പറഞ്ഞു കേട്ടപ്പോൾ കുട്ടികളൊന്ന് പരിങ്ങി. പരീക്ഷയാണ് വരാൻ പോകുന്നത്, പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ മേഘ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അങ്ങനെ ചെല്ലാതിരിക്കും. രണ്ടാളും പരസ്പരം നോക്കി. അതുകൊണ്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് അമ്മച്ചിയോട് ചോദിച്ചിട്ട് വരാം. അത്രയും നേരം ചിരിച്ചു നിന്ന വൈദ്യയുടെ മുഖത്ത് ക്രൂര നിറഞ്ഞു. വീട്ടിൽ പോയിട്ട് അമ്മച്ചിയോട് ഒപ്പിച്ചിട്ട് വരാമത്രേ. നിങ്ങളാൾ കൊള്ളാനൊരു പിള്ളേര്. നിങ്ങളുടെ ചേച്ചി ഇങ്ങനെ ഒപ്പിച്ചു വെച്ച് കാരണം ഇപ്പം നിങ്ങളൊക്കെ വീട്ടിലേക്ക് വിളിക്കേണ്ടി വന്നത്. ആ ഓർമ്മയുണ്ടെങ്കിൽ സഹായത്തിന് വാ. അവിടെ ചെന്നിട്ട് അമ്മയെ വിളിച്ച് പറഞ്ഞാൽ മതി. നിങ്ങളവിടെ കൊണ്ടുവിട്ട് എനിക്ക് വേറെ പണിയുള്ള. വൈദേഹിയുടെ മുഖം കണ്ട് പേടിച്ച് പെൺകുട്ടികൾ പരസ്പരം നോക്കി നിന്നു. അപ്പുവിനെയും അമ്മുവിനെയും കൂടെ ഉണ്ടായിരുന്ന നിലീന വൈദേഹിയെയും അപ്പുവിനെയും അമ്മുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു. എടി ആ ചേച്ചി കുറച്ച് കൂടില്ല. അതിന് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. നിങ്ങളുടെ ബന്ധുവല്ല ആ ചേച്ചി, അതിന് കൂടെ പൊയ്ക്കോ. അത് പറഞ്ഞ പോലെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. നിലീന പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ എന്ന് അപ്പുവിനും അമ്മിനും തോന്നി. അല്ലെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ട്, മേഘ ചേച്ചിയുടെ വീട്ടുകാർക്ക് എന്ത് സഹായവും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കണമെന്ന്. പരമേശ്വരച്ചൻ വിളിച്ചിട്ടല്ലേ അവിടെ ചെന്നിട്ട് അമ്മയെ ഫോൺ ചെയ്ത് പറഞ്ഞാലും അമ്മ വഴക്കൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെ വൈദേഹിയുടെ കൂടെ പോയെന്ന് രണ്ടാളും ആലോചിച്ചു. പോവാലേ അപ്പു? അമ്മ ചോദിച്ചപ്പോൾ അപ്പു തലയാട്ടി. വൈദേഹിക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി. കാഞ്ഞ ബുദ്ധിയുള്ള പെൺകുട്ടികളാണ് ഇത്ര പെട്ടെന്ന് തന്നെ വരയിൽ വന്ന് വീണത്. അല്ലെങ്കിൽ ഈ വൈദേഹി ആരാ മോള്? അവൾ കാറിന്റെ ഡോർ തുറന്നപ്പോഴേക്കും അപ്പു അമ്മ അതിന്റെ ഉള്ളിലേക്ക് കയറി. അപ്പോഴാണ് നിലീന അവരെ കടന്ന് മുന്നിലേക്ക് പോകുന്ന വൈദേഹി കണ്ടത്. അല്ലടി നീ ഇതെവിടേക്കാ? നീ കയറുന്നില്ലേ? ഒരു പരിചയമില്ലാത്തൊരു സ്ത്രീ തന്നെ നീ എടി എന്നൊക്കെ വിളിച്ച് നിലീനക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൾ മുഖം ചുളിച്ച് നിന്നു. എടി നിന്നോട് ചോദിച്ചിട്ടില്ലേ? എനിക്ക് ചെവി കേൾക്കില്ലേ? ആ കേൾക്കാം ആൻറ്റി, നിങ്ങൾ പോയിക്കോ. എൻ്റെ വീടോട് അടുത്ത ഞാനങ്ങ് നടന്നു പോയിക്കോളാം. അവളുടെ ഒരു ആൻറ്റി വിളി. വൈദേഹി പല്ലിയടിച്ചു. തന്നെ കണ്ട ഒരു ആൻറ്റിയാണെന്നൊക്കെ തോന്നുന്നു. പെണ്ണ് കുറച്ച് വളവത്തിയാണെന്ന് വൈദേഹിക്ക് തോന്നി. അതെന്ത് വർത്താനാടി? നിന്റെ ഫ്രണ്ട്സ് അല്ലേ ഇവര് കയറിയില്ലേ? നിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഇറക്കി വിടാം. നീ കയറി. വേണ്ട നീ, അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. പരിചയമില്ലാത്തവരുടെ കൂടെ എവിടെയും പോരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയിക്കോ. വൈദേഹി നേരെ അപ്പുവിൻ്റെ അമ്മേൻ്റെയും നേരെ തിരിഞ്ഞു. നിങ്ങളുടെ ഫ്രണ്ടല്ലേ അവളെയും കൂടെ വിളിക്കുക. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി നിർബന്ധിക്കുന്നത്? നമുക്ക് പോവാം. മൊത്തത്തിൽ വൈദ്യയുടെ പെരുമാറ്റമൊന്നും അപ്പുവിനും അമ്മിനും പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൂടാതെയാണ് നിലീനയോടുള്ള ഈ മെക്കിട്ടേറ്റം. നിലീനയോട് അവർ കണ്ണുകൊണ്ട് പോയിക്കോ എന്ന് ആംഗ്യം കാണിച്ചു. പെൺകുട്ടികൾ തന്റെ വഴിക്ക് വരില്ലെന്ന് മനസ്സിലാക്കിയ വൈദേഹി ഒന്ന് അയഞ്ഞു നിലീനയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, എനിക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല. എനിക്ക് നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഇങ്ങനത്തെ അനിയത്തിമാരുണ്ടായിരുന്നെങ്കിലെന്നൊക്കെ കൊതിച്ചു പോവാം. മോള് വായി, ഞാൻ വീട്ടിലായി തരാം. എനിക്ക് ഇതൊക്കെ അല്ലാതെ വേറെന്താ സന്തോഷം? വൈദേഹി സ്നേഹത്തോടെ ഒരു മയത്തിൽ പറഞ്ഞപ്പോൾ നിലീനക്ക് വല്ലാത്തൊരു വിമിഷ്ടം തോന്നി. ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? സാരമില്ല, വീടടുത്താണല്ലോ, ഇപ്പൊ എത്തുമല്ലോ. മനസ്സിലാ മനസ്സോടെ നിലീന കാറിലേക്ക് കയറി. ഗൂഢമായ ചിരിയോടെ വൈദേഹി കാറും എടുത്തു. കുറച്ചു ദൂരം കാർ മുന്നോട്ടോടിയപ്പോൾ നിലീനയുടെ വീടെത്താനായി കാർ നിർത്ത് എന്ന് നിലീന വൈദേഹിയോട് പറഞ്ഞപ്പോൾ അത് കേൾക്കാത്ത പോലെ വൈദേഹി സ്പീഡിൽ കാർ മുന്നോട്ടെടുത്തു. ചേച്ചി എന്ത് പണിയാ കാണിച്ച്? ഇപ്പൊ തന്നെ നേരം വൈകി. മമ്മ വഴക്ക് പറയും. എന്റെ വീട് കഴിഞ്ഞു പോയി. എന്നെ ഇവിടെ ഇറക്കി തന്നേക്ക്, ഞാനങ്ങ് പോയിക്കോളാം. അയ്യോടി മോളെ, ചേച്ചി കേട്ടില്ലായിരുന്നല്ലോ. എന്റെ പൊന്നു മോളല്ലേ, വളച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. നമുക്കൊരു വീട്ടിലേക്ക് വിട്ട് മോളുടെ വീട്ടിലേക്ക് ഞാൻ വിട്ടുതരാം. എനിക്ക് ഈ ഭാഗത്തേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട്. ശോ, എന്ത് കഷ്ടം ഇത് മമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല കിട്ടും. ഈ നേരത്താണോ ഇതിലേക്ക് കയറാൻ തോന്നിയത്? അസഹ്യതയോടെ നീലീനെ പറഞ്ഞെങ്കിലും വൈദേയൊന്നും കാര്യമാക്കിയില്ല. കാറ് വീണ്ടും മുന്നോട്ടേക്ക് ഓടി. വൈദേയുടെ വീടിന്റെ ഗേറ്റിനടുത്താണ് ആ കാറ് ചെന്ന് നിന്ന് നേരെ ഉള്ളിലേക്കും പ്രവേശിച്ചു. പിള്ളേർ രണ്ടും ഇറങ്ങി മേഘയുടെ വീടിന്റെ നേരെ നടക്കാൻ പോയപ്പോൾ വൈദേഹി അവരെ വിളിച്ചു. എടി മക്കളെ, നിങ്ങളെന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാം. മോളെ നിലീന, നീ ഇറങ്ങ്. എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട ചേച്ചി, പെട്ടെന്ന് വീട്ടിലായി തന്നാൽ മതി. അയ്യോടി മോളെ, എന്ത് പറിച്ചിലാടി അത്? ഇങ്ങോട്ട് ഇറങ്ങ്, ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാൻ എന്താ ഇത്ര ചാട? അപ്പു അമ്മു, തറവാട്ടിൽ ഇപ്പോൾ കുറച്ച് ബന്ധുക്കളുണ്ട്, അവർ പോയിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഇപ്പം നിങ്ങൾ ചെന്നാൽ മേഘയുടെ കാര്യം അവർ നിങ്ങളോട് ചോദിക്കും. വെറുതെ എന്തിനാ? ചേച്ചി ജ്യൂസ് തരാം, അപ്പോഴേക്കും അവർ പോകും. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പെൺകുട്ടികൾക്ക് 3 പേർക്ക് എന്തോ പന്തികേട് പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും തങ്ങൾ 3 പേരുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ അവർ വൈദേഹിയുടെ കൂടെ വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു. നിങ്ങളിരിക്കുക കേട്ടോ, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാമേ. വൈദേഹി അകത്തേക്ക് പോയപ്പോൾ 3 ലിവിംഗ് റൂമിൽ നിന്ന് ചുറ്റുപാടും കണ്ണുകൾ ഓടിച്ചു. ഇടയ്ക്ക് കണ്ണുകൾ കൊണ്ട് പരസ്പരം സംസാരിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈദേഹി ജ്യൂസുമായി വന്നു. 3 അത് വാങ്ങിയെങ്കിലും എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നിയാൽ അവരത് കുടിച്ചില്ല. വൈദേഹിക്കും കാര്യം മനസ്സിലായി. ഇനിയും നിർബന്ധിച്ചാൽ 3 കൂടെ ഇവിടുന്ന് ഇറങ്ങിയോടാൻ സാധ്യതയുണ്ട്. അവൾ പതുക്കെ സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് ഉറക്കെ നിലവിളിച്ചു. ശബ്ദം കേട്ട് വൈദേഹിക്ക് എന്തോ സംഭവിച്ചെന്ന് കരുതിയ 3 പെൺകുട്ടികൾ ഞെട്ടി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ശബ്ദം കേട്ടിടത്തേക്ക് പാഞ്ഞു ചെന്നു. സ്റ്റെയർ കേസിന്റെ അടിഭാഗത്തേക്ക് എത്തി മാത്രമേ അവർക്ക് 3 പേർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഏതോ ഗർത്തത്തിലേക്ക് വീണ പോലെ 3 ആൾക്കും തോന്നി. അമ്മേ! പെൺകുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോൾ വൈദേഹി ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പൊട്ടികൾ, ഈ വൈദേഹിയോടാ അവളുമാരുടെ കളി. ഒട്ടും സമയം പാഴാക്കാതെ വൈദേഹി സൂക്ഷിച്ച് അടിയിലേക്കുള്ള കോണിപ്പടികൾ ഇറങ്ങി. നിലത്തേക്ക് വീണ പെൺകുട്ടികൾ ഭയത്തോടെ ചുറ്റും നോക്കി. നേരിയ വെളിച്ചം മാത്രമേ അതിനുള്ളിലുള്ളൂ. ഒരു മനുഷ്യൻ ക്രൂരമായ പുഞ്ചിരിയോടെ ഗുഹ പോലെ തോന്നിക്കുന്ന അവിടെ ഒരു മൂലയിൽ എന്തോ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പു, എന്താണ് ഇതൊക്കെ? ആ പെണ്ണ് നമ്മളിങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്ന് എന്തിനാ? ഇതെന്താ പ്രേതഭാവനോ? പുറത്തേക്ക് പോകാനുള്ള വഴിയും കാണുന്നില്ലല്ലോ. സെലീന പേടിയോടെ അപ്പുവിന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. 3 ആളും കണ്ണീരോടെ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു.
അപ്പോഴാണ് അങ്ങേയറ്റത്തെ മൂലയിൽ ചുരിദാറിട്ട് ഒരു പെൺരൂപം ഇരിക്കുന്നവർ കണ്ടത്. അപ്പുവിന് അമ്മുവിന് ഒരു നോട്ടം മതിയായിരുന്നു അതാരാണെന്ന് മനസ്സിലാക്കാൻ. രണ്ടാളും നിലീനയുടെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് ഓടി. മേഘേച്ചി! രണ്ടാളും അവളുടെ മേലേക്ക് വീണുകൊണ്ട് കരഞ്ഞു വിളിച്ചു. സമയത്തിന് ആഹാരമൊക്കെ തരുന്നുണ്ടെങ്കിലും ഒന്നും തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല മേഘക്ക്. വയറ്റിലൊരു ജീവനുള്ള കാരണം ജീവൻ നിലനിർത്താനുള്ള ആഹാരം മാത്രമേ മേഘ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. തന്റെ കുഞ്ഞനീത്യമായിട്ട് ശബ്ദം കേട്ടപ്പോൾ മേഘ താൻ സ്വപ്നം കാണുകയാണെന്നൊരു നിമിഷം ഓർത്തുപോയി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അമ്മു അപ്പും തന്റെ മുന്നിലിരുന്ന് കരയുന്നു, കൂടെ അവരുടെ കൂട്ടുകാരികളായ നിലീനയും. ഇനി താനെങ്ങാനും രക്ഷപ്പെട്ടോ? മേഘ ചുറ്റും നോക്കി. ഇല്ല, ആ പഴയ ഗുഹ തന്നെയാണ്. അപ്പൊ ഇവരെങ്ങനെ ഇവിടെ എത്തി? മക്കളെ, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? മൂന്നുപേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് മേഘ ചോദിച്ചു. ആ യക്ഷിയ ചേച്ചി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തള്ളിയിട്ട് ചേച്ചി അപ്പോൾ അവൾ തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്? ചേച്ചിയും ആ ജീവനും കൂടെ ഒളിച്ചോടിപ്പോയ നാട്ടിൽ കഥ പറഞ്ഞു വരുത്തിയതും അപ്പോൾ അവർ തന്നെയായിരിക്കുമല്ലേ ചേച്ചി? കരഞ്ഞുകൊണ്ട് രണ്ട് പെൺകുട്ടികളും പറയുന്ന കേട്ട് മേഘാകെ ഞെട്ടിത്തിരിച്ചിരുന്നു. ഒളിച്ചോടിപ്പോയെന്നോ? ജീവന്റെ കൂടെയോ? ചെയ്ത ദ്രോഹങ്ങൾ കൂടാതെ ഇപ്പം ഈ ഒരു പേര് കൂടാതെ ദുഷ്ട എനിക്ക് ചാർത്തി തന്നോ? എൻ്റെ സിദ്ധുവേട്ടൻ. സിദ്ധാർത്ഥിന്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ടാളും പരസ്പരം നോക്കി. ഏട്ടന് സുഖമില്ലെന്ന കാര്യം ചേച്ചിക്ക് അറിയില്ല. ഇപ്പം എന്തായാലും അത് പറയേണ്ടത് രണ്ടാളും തീരുമാനിച്ചു. ഇനി ആ പാവത്തിനെ അതുകൂടെ പറഞ്ഞു വിഷമിപ്പിക്കണമെന്ന് അവർ കരുതി. എന്താടി അവിടെ ഒരു രഹസ്യം പറിച്ചില്? നിലീനയുടെ താടിക്കിട്ടും തട്ടിക്കൊണ്ട് വൈദേഹി അവിടേക്ക് വന്ന് ചോദിച്ചു. മേഘ മൂന്നുപേരെയും ചേർത്ത് പിടിച്ച് ഒന്നുകൂടെ ചുമരിലേക്ക് ഒതുങ്ങിയിരുന്നു. നിന്റെയൊക്കെ മുഖം ചേരാനുള്ള ദേഷ്യം എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊന്നും ചെയ്യാത്തത് നിങ്ങൾ മൂന്നിനെ അർദ്ധരാത്രിയുടെ പരിപാടിക്കാനുകൊണ്ട് മാത്രമാണ്. അത് കേട്ടതോടെ പെൺകുട്ടികൾ മൂന്നുപേരും പേടിച്ച് കരഞ്ഞു തുടങ്ങി. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. മഹാദേവൻ നിങ്ങളെ കാത്തോളൂ. വൈദ്യയുടെ നേരെ കനൽ പോലെ ഒരു നോട്ടമെറിഞ്ഞുകൊണ്ട് മേഘ മൂന്ന് കുട്ടികളെ ആശ്വസിപ്പിച്ചു. നിന്റെയൊക്കെ ഒരു മഹാദേവൻ കാത്തിരുന്നോ നീ? ഇവറ്റകളെ ബലി കൊടുത്തിട്ട് വേണം നിന്റെ കഥയും കൂടെ കഴിക്കാൻ. ഒരുത്തരും നിന്നെ ഒന്ന് രക്ഷിക്കാൻ വരാൻ പോകുന്നില്ലടി. മേഘയുടെ നേരെ നോക്കി ഉറക്കേറിക്കൊണ്ട് വൈദ്യയെ മുകളിലേക്ക് കയറിപ്പോയി. ബലിക്ക് മുമ്പായി ഒരുക്കങ്ങൾ കുറെ ചെയ്യാനുണ്ട്. ഇവറ്റകളോട് സംസാരിച്ചിരുന്നാൽ എല്ലാകെ താളം തെറ്റും. വൈദ്യയെ പോകുന്ന നോക്കി കുട്ടികളെയും ചേർത്ത് പിടിച്ച് മേഘ കണ്ണീരോടെ ഇരുന്നു. സിദ്ധാർത്ഥ്. സമയം അർദ്ധരാത്രിയോട് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. കണ്ണുകൾ അടച്ചിടയ്ക്കായിരുന്ന സിദ്ധാർത്ഥിന്റെ ചെവിക്കരികിൽ പാർവതി വന്ന് പതിയെ വിളിച്ചു. കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ആളുടെ പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് സിദ്ധാർത്ഥ് പകച്ചുപോയി. അടുത്ത നിമിഷം തന്നെ പാർവതിയുടെ കൈകൾ സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ ബലമായി അമർന്നു. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ തുറിച്ചു. കണ്ണിൽ നിന്ന് വെള്ളം ചാടി. വേദന കൊണ്ട് അവനൊന്ന് പുളഞ്ഞു. അടുത്ത നിമിഷം പാർവതിയുടെ കൈകൾ പതിയെ അയഞ്ഞു തുടങ്ങി. സിദ്ധാർത്ഥ് ദയനീയമായി പാർവതിയെ നോക്കി. പാർവതിയുടെ പുറകിൽ നിൽക്കായിരുന്ന രേണുക പതി അവന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഓനെ! വിറക്കുന്ന ചുണ്ടുകളോടെ രേണുക സിദ്ധാർത്ഥിനെ വിളിച്ചു. അമ്മേ, ഇതിപ്പോ എങ്ങനെ? അമ്മ എങ്ങനെ എഴുന്നേറ്റ് നടന്നു? സിദ്ധാർത്ഥിന് അത്ഭുതം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത നിമിഷം അവൻ വീണ്ടും ഞെട്ടി. ഇപ്പൊ ഞാൻ സംസാരിച്ചോ? അതെ, താൻ സംസാരിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ കുഴപ്പമൊക്കെ മാറിയോ? സിദ്ധാർത്ഥ്, ഇപ്പൊ ഒന്നും ആലോചിക്കേണ്ട. തനിക്കൊരു കുഴപ്പമില്ല. താനും അമ്മയെപ്പോലെ എഴുന്നേറ്റ് നടക്കും. കുറച്ച് സമയം കൂടി ക്ഷമിക്കേ. പാർവതി ശാന്തമായി പറഞ്ഞപ്പോൾ അവളെ താൻ പൂർണ്ണമായി വിശ്വസിക്കുന്നെന്ന മട്ടിൽ സിദ്ധാർത്ഥ് വേറെ ചോദിക്കാതെ തലയാട്ടി. നിങ്ങൾ സംസാരിക്കുക, എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട്. നേരം പുലരുമ്പോഴേക്കും നമുക്ക് എല്ലാ കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കാം. രേണുകയെ സിദ്ധാർത്ഥിന്റെ അരികിലിരുത്തി പാർവതി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മേ, അവള് ആ വൈദേഹി എന്റെ മേഘ, അവൾ ആദ്യം കൂടെ പോയതൊന്നുമല്ല. അത് കേട്ടപ്പോൾ രേണുക സിദ്ധാർത്ഥിന്റെ തലയിൽ പതിയെ തലോടി. അമ്മയ്ക്ക് അറിയാം മോനെ, എല്ലാം അമ്മയ്ക്കറിയാം. ആ ദുഷ്ട എന്നെ മോളെ തട്ടിക്കൊണ്ടുപോയിരിക്കുക. എന്നെ കുറച്ച് നാൾ ആ നിലയിലാക്കി കിടത്തിയ അവൾ തന്നെയാ. മോനെ ഇങ്ങനെ കിടത്തിയ അവളാണെന്ന് എനിക്കറിയാം. ആ കുട്ടി പറഞ്ഞല്ലേ എല്ലാം ഇതോടെ തീരുമെന്ന്. നമുക്ക് കാത്തിരിക്കാം. അവസാനം നന്മ തന്നെ വിജയിക്കും. അമ്മയ്ക്ക് അത് ഉറപ്പുണ്ട്. അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് കുറച്ച് ആത്മവിശ്വാസമൊക്കെ തോന്നി തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് ആർക്കോ വരുന്നുണ്ടപ്പോൾ രേണുക എഴുന്നേറ്റ് നിന്നു. സിദ്ധാർത്ഥ് വരുന്നവരെ നോക്കി. മേഘയുടെ അമ്മയും അച്ഛനും, നിലീനയുടെ അമ്മയും അച്ഛനും ആംഗ്ലയും, അതിന്റെ പിറകിലായി വിനീത് 4-5 പോലീസുകാരും. സിദ്ധാർത്ഥ്, കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മേഘയുടെ അനിത്യമാരെ അവരുടെ കൂട്ടുകാരിയെയും വൈകുന്നേരം മുതൽ കാണാനില്ല. കംപ്ലൈന്റ് കിട്ടി ഞങ്ങൾ അന്വേഷണം തുടങ്ങി കഴിഞ്ഞു. അപ്പോഴേക്കും സ്റ്റേഷനിലേക്ക് ഒരു അനോണിമസ് കോൾ വന്നു. വൈദ്യയാണ് അവരെ തട്ടിക്കൊണ്ടുപോയതെന്ന്. ഇന്ന് അവിടെ ബലി നടക്കാൻ സാധ്യതയുണ്ട്. അവർക്കെതിരെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുട്ടികളും മേഘ അവിടെ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ അവിടെ ബലി ആരംഭിക്കുന്നതാണ് ആ ഫോൺ കോളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ്. കൈയോടെ ചെന്ന് എല്ലാവരെയും ഒരുമിച്ച് പൂട്ടാനാ ഞങ്ങളുടെ തീരുമാനം. വിനീത് പറഞ്ഞു കേട്ടപ്പോൾ സിദ്ധാർത്ഥ ആവേശം കൊണ്ടൊരു ശബ്ദമുണ്ടാക്കി. തനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. സമയം അർദ്ധരാത്രി അവൻ എല്ലാവരും കാത്തിരുന്നു. മേഘയുടെ അമ്മയും അച്ഛനും നിലീനയുടെ വീട്ടുകാരും കരഞ്ഞു തളർന്നിരിപ്പാണ്. അവരൊന്നും ആയുസിൽ പോലും കേൾക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടത്. തങ്ങളുടെ മക്കളെ കാണാനില്ല. തട്ടിക്കൊണ്ടുപോയവർ ബലി കൊടുക്കാനാണ് അത്ര അവരെ കൊണ്ടുപോയത്. അങ്ങനെ ജീവനുള്ള ഒരു ജീവ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ആരെങ്കിലും ബലി കൊടുക്കുമോ? തറവാട്ടിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. സർവത്ര ഇരുട്ട് മാത്രം. സമയം ഏകദേശം 12 മണിയോടടുത്തു. ജിബിനും വേറെ 4-5 പോലീസുകാരും കൂടി എത്തിച്ചേർന്നു. വിനീത്, ബാക്കിയുള്ളവർ താഴെയുണ്ട്. വൈദ്യയുടെ വീട്ടിലേക്ക് 2 കാറുകൾ വന്ന് ചേർന്നിട്ടുണ്ട്. നമുക്കിന്ന് അങ്ങോട്ടേക്ക് പോയാലോ?
ശ്വാസം വിടുന്ന പോലെയാണ് അവർ പരസ്പരം സംസാരിച്ചിരുന്നത്. എന്തെങ്കിലും സംശയം വൈദേഹിക്കോ അവളുടെ കൂടെയുള്ളവർക്കോ തോന്നിയാൽ പിന്നെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. തങ്ങൾക്ക് അവരെ പിടിക്കാനും കഴിയില്ലെന്ന് പോലീസുകാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവിടെയുള്ള സുജാതയോടും പരമേശ്വരനോടൊക്കെ പോലീസുകാർ തന്നെ കാര്യം പറഞ്ഞു. കാര്യങ്ങൾ അറിഞ്ഞ പരമേശ്വരൻ തലക്ക് കൈയും കൊടുത്തിരുന്നു. മേഘയുടെ വീട്ടുകാരോടും വിനീതിന്റെ വീട്ടുകാരോടൊക്കെ അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞെങ്കിലും അവർ മനസ്സമാധാനമില്ലെന്നും പറഞ്ഞ് പോലീസുകാരുടെ പുറകെ നടന്നു. രേണുവൊക്കെ അവരുടെ കൂടെ പോണെന്നുണ്ടായിരുന്നെങ്കിലും സിദ്ധാർത്ഥ അനിച്ചായത് കാരണം അവരുടെ കൂടെ ഇറങ്ങാൻ സാധിച്ചില്ല. എന്നാലും രേണുക അവർ പോകുന്ന നോക്കാനായി വീടിന്റെ പൂമുഖത്തേക്ക് ഇറങ്ങി. മുറിയിലാകെ വിഷമിച്ച് കിടക്കായിരുന്നു സിദ്ധാർത്ഥ്. തനിക്ക് നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവരുടെ കൂടെ പോകാമായിരുന്നു എന്നോർത്ത് അവൻ വല്ലാതെ സങ്കടപ്പെട്ടു. അപ്പോഴാണ് ഇവിടെ ഇത്രയും പേരുണ്ടായിട്ടും പാർവതിയെ കണ്ടില്ലല്ലോ എന്ന് സിദ്ധാർത്ഥ് ഓർത്ത്. ഇവളിത് എവിടെ പോയി? കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മുറിയിലെ ഇരുട്ടിലൂടെ തന്റെ അരികിലേക്ക് ആരോ വരുന്ന സിദ്ധാർത്ഥ് അറിഞ്ഞു. സിദ്ധാർത്ഥ്? പാർവതിയുടെ നേരത്തെ ശബ്ദം സിദ്ധാർത്ഥിന് മനസ്സിലായി. പാർവതി, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? അവർക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ്. വിനീതനെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. അയാൾക്ക് മുന്നിൽ ചാടി കൊടുക്കണ നേരം മാറിയെന്നാ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.